നമസ്കാരം ഡോക്ടർ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് FCPയുടെ അതായത് ഫൈനൽ കട്ട് പ്രോയുടെ ഓഡിയോ സെക്ഷനെ കുറിച്ചാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് എത്ര പ്രാധാന്യം കൂടി നമ്മൾ കളർ ഗ്രേഡ് ചെയ്ത് ഒരുപാട് എഫക്റ്റുകൾ എടുത്ത് അടിപൊളിയാക്കി വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഓഡിയോ സെക്ഷൻ പോരെങ്കിൽ മൊത്തത്തിൽ പോയി. ഞാൻ പണ്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഡബ്ബിംഗ് ഒക്കെ എന്താ പറയുക ശോകമായിരുന്നു. ചെറിയ മൈക്ക് നമ്മുടെ അടുത്തുള്ള കാശ് വെച്ച് ചെയ്തതാണ്. പക്ഷേ വീഡിയോയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ഓഡിയോ ഡബ് ചെയ്തതും മിക്സിങ് കറക്റ്റ് ആയിരുന്നു, പക്ഷേ ഡബ്ബിങ്ങിനൊന്നും ക്വാളിറ്റി ഇല്ല. അപ്പോൾ എന്തായി, മൊത്തത്തിൽ അടിയിലായി. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരില്ലേ. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഓഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യണം, അതിനകത്ത് എങ്ങനെ എഫക്റ്റുകൾ ആഡ് ചെയ്യണം, എങ്ങനെ ഡബ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എങ്ങനെ പാട്ട് പാടണം, അതിനുവേണ്ടി മൈക്കിൽ ചെയ്യേണ്ട സെറ്റിങ്സുകൾ, ഈ നോയ്സുകൾ വരുമല്ലോ. നമ്മളിപ്പോൾ ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്തു, അപ്പോൾ നമുക്ക് സ്പോട്ട് ഡബിംഗ് ആണ്, വേറെ മൈക്കില്ല ഡബ് ചെയ്യാൻ. അപ്പം നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്നതിനിടയ്ക്ക് കിളിയുടെ ശബ്ദം ഉണ്ടാവും, പട്ടിയുടെ ശബ്ദം ഉണ്ടാവും, എന്തെങ്കിലും കുട്ടികളുടെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടാവും, വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ടാവും, വിൻഡ് നോയ്സുകൾ വരെ ഉണ്ടാവും. ഉറപ്പായിട്ട് വരുന്ന ഒരാളാണ് വിൻഡ് നോയ്സ്. എത്ര നമ്മൾ ഉള്ളോട്ട് കാട്ടിലേക്ക് പോയാലും അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ അകത്തേക്ക് പോയാലും വിൻഡ് നോയ്സ് നിർബന്ധമായിട്ട് ഇവിടുന്നെങ്കിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓഡിയോ നമുക്ക് ഔട്ട് എടുക്കണം. വീഡിയോയുടെ കൂടെ കട്ട പിടിക്കുന്ന ഒരു ഓഡിയോ കൂടെ എടുക്കണം നമ്മളെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ് വെച്ചുകൊണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും, നിങ്ങളൊരു അൾട്രാ പ്രോ അല്ല എന്നാലും ഒരു പ്രൊഫഷണൽ ലെവലിൽ ഒരു വർക്ക് ചെയ്ത് ഔട്ട് എടുക്കാനുള്ള ലെവലിലേക്ക് നമുക്ക് ഇന്ന് എത്തണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാക്കൂൾ VFX സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് FCPയുടെ ഓഡിയോ സെക്ഷനിലേക്ക് കിടക്കാം അല്ലേ. ഓഡിയോ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാവിഞ്ചിലൊന്നും കാണുന്ന പോലെ, നമ്മൾ ഡാവിഞ്ചിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുന്നതുകൊണ്ടാണ് കമ്പയർ ചെയ്ത് പറയുന്നത്. അതേപോലെ വേറൊരു ഫെയർലൈറ്റ് എന്ന് പറഞ്ഞ സെക്ഷനോ അങ്ങനെ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഓഡിയോ എടുത്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ഇൻസ്പെക്ടർ എന്നുള്ള ഏരിയയിൽ ചെറിയ സെറ്റിങ്സുകൾ ഇതേപോലെ ഇങ്ങനെ കാണാൻ പറ്റും. അത്രയും ഇതിനകത്ത് കാര്യമായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു ക്ലിപ്പ്, ഇതിൻ്റെ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമിൻ്റെ ക്ലിപ്പാണ്. അതിന് ക്ലിപ്പ് ആഡ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ കാണിക്കുകയെന്ന് വെച്ചാൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ ഓഡിയോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വേറെ സെക്ഷൻ ഇവിടുന്ന് ഇത്രയും റേഞ്ച് സെലക്ട് ചെയ്ത് വേറെ സെക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാലും സാധാരണഗതിയിൽ മറ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലൊക്കെ എങ്ങനെയാണ് വരിക, വീഡിയോ മുകളിലായിട്ട് വരും, ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ താഴെയായിട്ടല്ലേ വരിക. അത് നമുക്ക് ഓഡിയോ ഇതിൻ്റെയാണ് വീഡിയോ ഇതിൻ്റെ ആണെന്ന് കൺഫ്യൂഷൻസ് തുടങ്ങും. അപ്പോൾ തന്നെ അതേപോലെ തന്നെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു ഓഡിയോ ആണെങ്കിൽ ഇതിങ്ങനെ തന്നെ നിൽക്കും. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ടുപോയി കഴിഞ്ഞാൽ FCPയിൽ കണ്ടോ, ഇത് മൊത്തത്തിൽ ആ ഓഡിയോ അതിനോട് ബന്ധപ്പെട്ട വീഡിയോസും ഒക്കെ മൂവ് ചെയ്യും. പക്ഷേ ഡാവിഞ്ചി പോലത്തെ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ്, നമ്മളൊരു ഓഡിയോ പുതിയതായിട്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഓഡിയോ ഇതിലേക്ക് ഇങ്ങനെ കയറി വരികയാണെങ്കിൽ, ഇത് വേറൊരു ഓഡിയോ ഇവിടെ ഉണ്ടെന്ന് കരുതുക, ഒരു ക്ലിപ്പ് ഇതിനെങ്ങനെ എന്താ പറയുക കട്ട് ചെയ്ത് അവിടേക്ക് റീപ്ലേസ് ചെയ്ത് ആ ഒരു ട്രാക്കിൻ്റെ അകത്തേക്ക് നിൽക്കും. ഇവിടെയുള്ള പ്രത്യേകത പറഞ്ഞാൽ ട്രാക്ക് എന്ന് പറഞ്ഞ സംഭവമല്ല, ഓഡിയോയുടെ കൂടെയുള്ള വീഡിയോയുടെ കൂടെയുള്ള ഓഡിയോ ആണെങ്കിൽ ആ ഒരു ക്ലിപ്പിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. സെപ്പറേറ്റ് ഓഡിയോസ് ആണ് താഴേക്ക് ആഡ് ആവും. എന്നാലും ഈ മെയിൻ ട്രാക്കിൽ, അതായത് മെയിൻ ടൈം ലൈനിൽ കിടക്കുന്ന ഈ ഒരു ക്ലിപ്പുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ഇത് എവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാലും, ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു ക്ലിപ്പാണെന്ന് കരുതാം, അതിൻ്റെ കൂടെ വേറൊരു ഓഡിയോ ഉണ്ട്. പക്ഷേ എന്നാലും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലിപ്പ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ മൂവ് ആവും. ഇതിപ്പോൾ ഇങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഓഡിയോ ഒക്കെ താഴേക്ക്. ഇത് എവിടെയാണ് നമുക്ക് ആവശ്യം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, വേറെ സാധാരണഗതിയിൽ ചെയ്യുന്ന സമയത്ത് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അത് ഡബ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ക്ലിപ്പിനെ ഇപ്പുറത്തേക്ക് എടുത്തിടുകയാണെങ്കിൽ, FCP അല്ലാത്ത സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ്, നമ്മൾ ഈ ക്ലിപ്പ് എടുത്തും കൂടെ ഓരോ ഓഡിയോസും ആഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ മൊത്തം ലിങ്ക് ചെയ്ത് വെക്കണം അല്ലേ ഓരോ പ്രാവശ്യമായിട്ട്. ഇതിൽ ലിങ്കിങ് എന്ന് പറഞ്ഞ ഒരു ആവശ്യം ഇവിടെ ഇല്ല. ജസ്റ്റ് ഇവിടുന്ന് എടുക്കുക, ഇങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുവരെ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ജസ്റ്റ് എടുക്കുക, ഇങ്ങോട്ട് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിയോസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം നമുക്ക് ഏതൊരു സ്ഥലത്ത് വെച്ചും ക്ലിപ്പ് മാറ്റുന്ന സമയത്ത് ഓഡിയോ മിസ്സാവുന്നുള്ള പേടി വേണ്ട. ഓക്കെ, മാഗ്നറ്റിക് ടൈം ലൈൻ കാരണം പലർക്കും ഇതൊരു പേടിയുണ്ട്, ഇത് മിസ്സാവുമെന്നുള്ള ആ ഒരു പേടി വേണ്ട കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു കാര്യം മനസ്സിലായി. ഓക്കെ, അതേപോലെ നമുക്ക് മെയിൻ ടൈം ലൈനിൻ്റെ അകത്ത്, അതായത് ഈ മെയിൻ ടൈം ലൈനിൻ്റെ അകത്ത് ഓഡിയോ ആഡ് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു വേവ് കണ്ടതാ, വേവ്സ് ആയിട്ടാണ് നമുക്ക് ഓഡിയോനെ കാണാൻ പറ്റുക. അപ്പോൾ ഓഡിയോ മാത്രമാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയയിൽ വരിക, ഈ ഒരു ബട്ടണിൽ ഇത് ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു ഓപ്ഷനിലായിരിക്കും ഡിഫോൾട്ടായിട്ട് കിടക്കുക അല്ലേ. അത് മാറ്റിയിട്ട് ഓഡിയോ കൂടുതൽ കിട്ടുന്ന ഈ ഒരു രീതിയിലേക്കുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വീഡിയോയും ബാക്കി കൂടുതലായിട്ട് ഓഡിയോയും കാണാൻ പറ്റും. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇത്രയും ഭാഗം ചെറിയ എന്തോ നോയ്സോ അല്ല മ്യൂസിക്കോ ആണ് പോകുന്നത്. ഇവിടെ കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈ പീക്കായിട്ട് ഹൈ ലെവലിൽ എന്തോ കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ ആധാറിൻ്റെ കോപ്പി എന്നുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇവിടേക്ക് നോക്കിയ ചെറിയ കണ്ട മ്യൂസിക്കാണ്. ഇനി ഇവിടെ കണ്ട ഒന്നും ഇല്ലാത്തൊരു ഏരിയ, അവിടെ എന്താണ്, ജസ്റ്റ് പ്ലേ നോക്കിയാൽ കണ്ടോ അവിടെ ഒന്നുമില്ല,
ഫ്രീ ആണ്. അതായത് വേവ് ഫോം നോക്കിയിട്ട് നമുക്ക് ഈ ക്ലിപ്പ് എവിടെ വരെ നമുക്ക് ആവശ്യമുണ്ട്, എന്നിട്ട് ഈ ഒരു ക്ലിപ്പിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് എന്തൊക്കെ സെറ്റിങ്സുകൾ ചെയ്യാൻ പറ്റും നോക്കാം അല്ലേ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ഇത് സെപ്പറേറ്റ് ഓഡിയോ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ പോരാ, താഴെ വന്ന് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഈ മഞ്ഞ കളറിൽ സെലക്ഷൻ ഒരു ഓപ്ഷൻ ചുറ്റിലും വരും കേട്ടോ. ഇത് കൺഫേം ആക്കുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരെ ഇവിടെ ഒരു ഐക്കൺ കാണാൻ പറ്റും. എവിടെയാണ്? ഈ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് കേട്ടോ. ഇത് ഓഫാണ്, ഓൺ ചെയ്യുക. അതിൽ ഓഡിയോ ഇൻസ്പെക്ടറിൻ്റെ അകത്ത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഓഡിയോ വീഡിയോ ഒരുമിച്ചാണെങ്കിലോ, വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ കളർ ഗ്രേഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡിയോൻ്റെ ഒരു സെക്ഷന് അപ്പിയർ ആവും. ഓക്കെ അല്ലേ? അതിൻ്റെ അകത്ത് ആദ്യം കാണുന്നത് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഇത് കുറഞ്ഞ വോളിയം ഉള്ള ഒരു സംഭവമാണെങ്കിൽ നമ്മളെങ്ങനെ വോളിയം കൂട്ടുക? ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ ഈ ഒരു വര കണ്ടോ, ഒരു വര ലൈൻ പോകുന്ന ആ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് മേലേക്ക് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഓഡിയോ അപ്പാവും ഓഡിയോ ഡൗൺ ആവും. അപ്പോൾ നമുക്ക് ഒരു കൺട്രോൾ ചെയ്ത് പെട്ടെന്ന് എനിക്കൊരു 4 അല്ലെങ്കിൽ -4 കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടണം അല്ലേ. അപ്പോൾ എനിക്ക് വളരെ ഈസിയിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് ഒരു -9 ഒക്കെ അല്ലേ അവിടെ വരുന്നത്. അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക? അങ്ങനെയാണെങ്കിൽ അല്ലെ 0-ലാണെങ്കിൽ കമാൻഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ടൊന്ന് മെല്ലെ മൂവ് ചെയ്ത് നോക്കിയേ, കണ്ടോ ഓരോ പോയിന്റ് എനിക്ക് സിമ്പിളായിട്ട് നീക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കമാൻഡ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നീക്കാൻ പറ്റും. ഇനി ഇങ്ങനെ അല്ലെങ്കിലോ മാനുവലി എനിക്കറിയാം, ഇപ്പോൾ 4 എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, -4 വേണ്ടെങ്കിൽ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വരിക. അതിൻ്റെ അകത്ത് ഓഡിയോ സെക്ഷൻ്റെ അകത്ത് വോളിയത്തിൽ എനിക്ക് ഈ ഒരു ബാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട്, ഈ ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ഓഡിയോ കണ്ടോ, ഇവിടെ അതിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം കണ്ടോ. അതേ ഈ ഒരു പ്രവൃത്തി തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഇത് 0-ലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ക്ലിക്ക് ചെയ്യുക, റീസെറ്റ് പാരാമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് 0-ലേക്ക് വന്നു. എങ്ങനെയാണോ പഴയ പോലെ ഉണ്ടായ അതേ മോഡിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ -4 അടിച്ച് നോക്കിയേ മാനുവലി, അതേപോലെ ഇവിടെ -4 ആയി. ഓക്കെ. അപ്പോൾ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേ കാര്യമാണ്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ചെയ്യാം. ഓക്കെ. തൊട്ട് താഴെ എന്താണ്? ഈക്വലൈസർ ആണ്. ഈക്വലൈസർ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഓപ്പൺ ആക്കിയാൽ ഇത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഓൾറെഡി ഇവർ തന്നെ കുറച്ച് ഡിഫോൾട്ട് ഈക്വലൈസേഷൻ ഉണ്ട്. ഫ്ലാറ്റ് അല്ലാതെ വോയിസ് എൻഹാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുന്ന വോയിസ് മാത്രം കൂടുതൽ കേൾക്കണം, ബാക്കി മ്യൂസിക് താഴേക്ക് ഇറങ്ങി നിൽക്കണം. മ്യൂസിക് എൻഹാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂസിക് കൂടുതൽ കേൾക്കണം. അങ്ങനെയുള്ള ലൗഡ്നെസ് ആണോ കൂടുതൽ വേണ്ടത്, ബാസ് ആണോ കൂടുതൽ വേണ്ടത്, ട്രബിൾ ആണോ കൂടുതൽ വേണ്ടത്, ഇങ്ങനത്തെ ഈക്വലൈസറുകൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് അവർ തന്ന് ഇത് സെറ്റ് ചെയ്യാം. ഇനി ഇങ്ങനെയല്ല നമുക്ക് മാനുവലി ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിലോ, ഈ ഒരു ഐക്കൺ ഉണ്ടോ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈക്വലൈസറിൻ്റെ പുതിയൊരു വിൻഡോ കിട്ടി. ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ സെറ്റിങ്സ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മാനുവലി ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ആദ്യം കാണുന്ന ഇത്രയും ഏരിയ വരുന്നത് കൂടുതലും ലോ ഫ്രീക്വൻസിയിലാണ്. ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ബാസാണ് അവിടെ വരുന്നത്. മുട്ട് കൊട്ടില്ലേ, അതാണ് അവിടെ വരുന്നത്. അതിന് തൊട്ട് നടുവിലേക്ക് വരുന്ന സംഭവങ്ങൾ എന്താണ്? ഏകദേശം ഇത്രയും വരുന്ന വോയിസ് ആണ് വരുന്നത്, നമ്മുടെ സൗണ്ട്. നമ്മുടെ ഒച്ച പറയില്ലേ, ആ സംഭവമാണ് ഇത്രയും ഏരിയയിൽ വരുന്നത്. ഇനി അവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഇവിടുന്ന് തന്നെ അങ്ങോട്ട് ട്രബിളാണ് വരുന്നത്. ട്രബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി സൗണ്ട്, കൂടുതലും ഈ ബീപ്പ് സൗണ്ടുകൾ, ഈ പ്രീ എന്നൊക്കെ പറയുന്ന സൗണ്ടുകൾ ഉണ്ടല്ലോ, അത് ലേഡീസിൻ്റെ വോയിസ് കുറേ ഇവിടേക്കാണ് കേട്ടോ വരിക. സ്ത്രീകൾ സംസാരിക്കുന്നത് ഭയങ്കര ദൂരേക്ക് കേൾക്കുന്നതും ആണുങ്ങൾ സംസാരിക്കുന്നത് ബാസായിട്ട് അങ്ങ് ഇല്ലാതായി പോകുന്നു. ഞാനൊക്കെ അത്ര ബാസിലാളല്ല, എങ്കിലും എനിക്ക് എൻ്റെ വോയിസിൽ ബാസ് കയറ്റാൻ പറ്റും. എങ്ങനെയാണ്? ഈ ഈക്വലൈസർ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾക്കത് മനസ്സിലാണെങ്കിൽ നല്ലൊരു ഹോം തിയേറ്ററിൽ പ്ലേ ചെയ്യണം കേട്ടോ. അപ്പോഴേ ആ ബാസിൻ്റെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ അല്ലേ? അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ ഏരിയ ബാസാണ്. അപ്പോൾ ഞാനിതൊന്ന് പ്ലേ ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്താത്തൊന്ന് പ്ലേ ചെയ്യാം. ഈ മ്യൂസിക്കിനെ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഓൾറെഡി മ്യൂസിക് മാത്രമായതുകൊണ്ട് വീഡിയോയുടെ താഴേക്ക് വന്ന് നിൽക്കും. അപ്പോൾ ഇതൊന്ന് ഹൈഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹൈഡ് ആയിട്ടോ. ഇപ്പം ഞാൻ ആ ഒരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യണേ. ഈ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ലോജിക് പ്രോയിൽ ക്രിയേറ്റ് ചെയ്തൊരു മ്യൂസിക്കാണ്. അപ്പോൾ ബാസുള്ള ഭാഗം ഒന്ന് പ്ലേ ചെയ്യണേ. ഇപ്പം നിങ്ങളുടെ ആ ഒരു ഹോം തിയേറ്ററിൽ നല്ലൊരു ബാസ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ആ സബ് വൂഫർ ഉണ്ടെങ്കിലോ സ്പീക്കറിലാണെങ്കിലോ ഒരു മുട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ ഒരു ചാനലൊന്ന് കുറച്ചിട്ടൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കോ. അപ്പോൾ മാറ്റമൊന്നും വരില്ല. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയോ? ഇപ്പോൾ എനിക്ക് സംഭവം അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, എന്നാൽ നിങ്ങൾക്കിത് പറ്റാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു ക്ലിപ്പിനാണ് ഈക്വലൈസേഷൻ കൊടുത്ത് ഇത്രയും ചെയ്തത്. അപ്പോൾ അവിടെ മാസിനൊന്നും മാറ്റം വന്നില്ല, നിങ്ങൾക്ക് നല്ല പ്ലേ കിട്ടിയില്ലേ. ഓക്കെ. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇതിനെ തന്നെ സെലക്ട് ചെയ്യണം അല്ലേ. ഇവിടെ ഒരു മഞ്ഞ റൗണ്ട് കിട്ടി.
അപ്പോൾ ഇത് കറക്റ്റ് സെലക്ട് ആയി. ഓക്കെ അല്ലേ? എനിക്ക് പറ്റിയൊരു അബദ്ധം ഇനി ആർക്കും പറ്റാൻ പാടില്ല. പറഞ്ഞല്ലേ, എനിക്ക് പറ്റിയത് ഇനി ആർക്കും പറ്റാൻ പാടില്ല. ഈ ചില വില്ലൻ പറഞ്ഞ് കേട്ടില്ലേ? ഓക്കെ, അതേപോലെ ഞാൻ വീണ്ടും ഇവിടെ സെലക്ട് ചെയ്തു, ഈക്വലൈസറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു, ഇവിടെ ഈ ഒരു ഐക്കൺ എടുത്തു, വീണ്ടും ഈക്വലൈസറിൻ്റെ ഈ സെക്ഷൻ ഇവിടേക്ക് ഓണായി വന്നു അല്ലേ? ഇപ്പം നോക്കിക്കോ, ഞാൻ ഒന്നും കൂടെ അപ്പോൾ കേട്ടല്ലേ, അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഇതൊന്ന് കുറച്ചിട്ട് പ്ലേ ആണ് കണ്ടത്. വേറെ ഒരു മുട്ടിൽ മാറ്റം വരുന്നുണ്ട്. തീർന്ന മക്കളെ തീർന്ന് മുട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര അടിപൊളി പാട്ട് വെച്ച് കഴിഞ്ഞാൽ, ഈക്വലൈസറിൻ്റെ എത്ര അടിപൊളി ഇംഗ്ലീഷ് പാട്ടുകളോ മുട്ടുള്ള പാട്ടുകളൊക്കെ വെച്ച് കഴിഞ്ഞാലും ഈ ഒരു സാധനം നമ്മൾ ഈക്വലൈസ് താത്തിയിട്ട് കഴിഞ്ഞാൽ കണ്ട പാട്ടൊക്കെ അടിക്കും പോലെ തീർന്ന കഥ. അപ്പോൾ അതാണ് നമ്മുടെ എന്ത് ഏരിയയാണ്? ബാസ് ഏരിയ. ഇനി ട്രബിൾ ഏരിയ നോക്കിയാൽ ഞാൻ എനിക്കിപ്പോൾ അവനെ ഷിഫ്റ്റ് പ്രസ് ചെയ്തു, ഇവനെ ഷിഫ്റ്റ് പ്രസ് ചെയ്തു, ഇവനെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നെണ്ണനെ ഒരുമിച്ച് താഴേക്ക് കൊണ്ടുവരാം. കണ്ടോ, അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചാൽ അതുപോലെ താഴേക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. എവിടെയാണ്? ഇവിടെ സെലക്ട് ചെയ്യണേ, എന്നിട്ട് ഷിഫ്റ്റ്. അപ്പം ഞാൻ ഈ ഏരിയയും താഴ്ത്തി വെച്ചേ. ഇപ്പം അത്യാവശ്യം നല്ല ട്രബിൾ ഉള്ളൊരു പാട്ടാണ്, ഒരു മ്യൂസിക്കാണ്. ഇപ്പം ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കിയോ. കണ്ടോ, നമ്മൾ പണ്ടത്തെ ചെമ്പ് പാട്ടിൽ സ്പീക്കർ വെച്ച് പാട്ട് കേൾക്കും പോലെ ഉണ്ടല്ലേ? ഒരു മുട്ടും ഇല്ല, ഒരു ട്രബിളും ഇല്ല. അപ്പോൾ അതാണ് ഈക്വലൈസർ എന്ന് പറഞ്ഞാൽ. ഇവിടെ കയറ്റിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും പറയുന്ന വോയിസ് ഉണ്ടെങ്കിൽ അതങ്ങ് കറക്റ്റായിട്ട് കയറി കേൾക്കും കേട്ടോ, ആളുടെ ശബ്ദം. ഓക്കെ, ഇപ്പോൾ ഇതെനിക്ക് വേണ്ട, റീസെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു സംഭവം എനിക്ക് വേണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ റീസെറ്റ് ഡിഫോൾട്ട് കൊടുക്കാൻ പറ്റും. വീണ്ടും ഫ്ലാറ്റ് തന്നെ കൊടുക്കുക, അപ്പോൾ അത് ഓഫായിട്ടുണ്ടാവും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വോയിസ് ഐസൊലേഷൻ ആണ്. അതെനിക്ക് കറക്റ്റ് കാണിക്കണമെങ്കിൽ ഡബ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ഡബ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് മൈക്ക് വേണം അല്ലേ? അപ്പോൾ ഞാൻ ഓൾറെഡി മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിയോ സെറ്റിങ്സ്, അപ്പോൾ അതും കൂടെ ഒന്ന് പറയട്ടെ. ചിലർക്ക് എവിടെയാണ് ഈ മൈക്ക് കണക്റ്റ് ആയുള്ള കാര്യങ്ങൾ മനസ്സിലാവില്ല. അത് ഈ ഒരു പ്രിഫറൻസിൽ വരിക, പ്രിഫറൻസിൽ സിസ്റ്റം സെറ്റിങ്സ് എന്നാണ് ഇപ്പോൾ വരുന്നത് അല്ലേ? പ്രിഫറൻസിൽ വന്നു കഴിഞ്ഞാൽ ഓഡിയോ സെക്ഷൻ്റെ സൗണ്ട് സെക്ഷൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ താഴെയായിട്ട് ഇൻപുട്ട് ഉണ്ട്, ഇവിടെ ഔട്ട്പുട്ട് ഉണ്ട്. ഇൻപുട്ടിൽ നമ്മൾ ഇൻപുട്ട് ചെയ്തേക്കുന്ന മൈക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു മൈക്കാണ്, USB മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അത് നമുക്ക് വേണ്ട ഒരു ലെവൽ ഇവിടെ സെറ്റ് ചെയ്യാം, അതുപോലെ FCBയിലും സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ മൈക്ക് കണക്റ്റ് ആയോ, ഇതേപോലെ വരുന്നുണ്ടോ നോക്കുക കേട്ടോ. എന്നിട്ട് FCBയിൽ കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയും കണക്റ്റ് ആവും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ നമ്മൾ വിൻഡോൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ റെക്കോർഡ് വോയിസ് ഓവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. Shift+V ആണ് പുതിയ ഷോർട്ട് കട്ട്. പഴയതിൽ ഷോർട്ട് കട്ട് മാറും. നിങ്ങളിവിടെ റെക്കോർഡ് വോയിസ് ഓവറിൻ്റെ കൂടെ എന്താണ് ഷോർട്ട് കട്ട് നോക്കി വെക്കുക കേട്ടോ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ കിട്ടും. ഒരു മോണിറ്ററായിട്ട് എത്ര സൗണ്ട് കേൾക്കുന്നുണ്ടുള്ള കാര്യം കാണാനുള്ളൊരു സെറ്റപ്പ്. അതേപോലെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും എത്രത്തോളം സൗണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ 21 അവർ മാർക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് സേഫ് എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ എത്ര ഒച്ചയിൽ പറഞ്ഞു കഴിഞ്ഞാലും ഈ ചുവന്ന ഭാഗത്തേക്ക് കയറുന്നില്ല, ചുവന്ന ഭാഗത്തേക്ക് കയറാൻ പാടില്ല. ഓക്കെ, ഇപ്പം നോക്കിക്കോ, ഞാൻ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഹലോ കണ്ടോ, ആ മഞ്ഞ കഴിഞ്ഞ് ചുവപ്പിലേക്ക് അങ്ങ് കയറുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ മൈ വോയിസ് ഓവർ എന്ന് പറഞ്ഞാൽ പേര് കൊടുത്തിട്ടുണ്ട്. ഈ പേര് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റുമെന്ന് അറിയോ? ഇതെവിടെ കണ്ടോ, സോങ് ടൈപ്പ് എന്നുള്ള അതാണ് ആ ഒരു ഫയലിൻ്റെ പേര്. ഇവിടെ നിങ്ങൾക്ക് OTP എന്ന് പറഞ്ഞ പേര് കാണാൻ പറ്റും. അത് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേരാണ്. ഇപ്പോൾ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡബ് ചെയ്യുന്നുണ്ട്, അതേപോലെ എൻ്റെ വൈഫ് ഡബ് ചെയ്യുന്നുണ്ട്, മോള് ഡബ് ചെയ്യുന്നുണ്ട്, അച്ഛൻ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേര് ഡബ് ചെയ്യുന്ന ഓരോ ഡബ്ബിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം ഞാനല്ലേ ഫുൾ ഡബ് ചെയ്തത്, അപ്പം മൈ വോയിസ് എന്ന് അവിടെ അടിച്ചേക്കുക. അടുത്ത മൈ വൈഫ് വോയിസ് അല്ലെ ചൈൽഡ് വോയിസ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് അവിടെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ക്ലിപ്പിന് ആ ഒരു പേരായിരിക്കും ഉണ്ടാവും. അപ്പോൾ മൈ വോയിസ് എന്നുള്ളൊരു പേരിലാണ് ഇനി ക്ലിപ്പുകൾ മുന്നോട്ടേക്ക് റെക്കോർഡ് ആവുക. ഓക്കെ അല്ലേ? ഇനി ഇത് കഴിഞ്ഞ് ഇൻപുട്ട് എന്നൊരു ഓപ്ഷൻ കണ്ടോ. ഈ ഇൻപുട്ടിൽ നമുക്ക് വേണ്ട മൈക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. നേരത്തെ നമുക്ക് കാണാൻ പറ്റിയില്ല, ഇത് സ്റ്റീരിയോ മൈക്കാണ്, അപ്പോൾ എനിക്ക് സ്റ്റീരിയോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മോണിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ. ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതോട് കൂടി ഹോം തിയേറ്ററിലോ അല്ലെങ്കിൽ നമ്മുടെ കണക്ട് ചെയ്യുന്ന സ്പീക്കർ സിസ്റ്റത്തിലോ കേൾക്കാൻ പറ്റും. നമ്മൾ ലൈവായിട്ട് എങ്ങനെയാണോ മൈക്കിൽ സംസാരിക്കുന്നത് അതേപോലെ പുറത്തോട്ട് സ്പീക്കറിന് കേൾക്കാൻ പറ്റും. ഇത് ഓൺ ചെയ്തിട്ടാൽ മതി. പിന്നെ അതിനെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കൗണ്ട് ഡൗൺ ടു റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ കൗണ്ട് ഡൗൺ 1 2 3 കൗണ്ട് ചെയ്തിട്ട് 1 2 3 കഴിഞ്ഞിട്ട് റെക്കോർഡിങ് തുടങ്ങും. ഇത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ റെക്കോർഡിങ് ഓൺ ആകുന്നതിന് റെക്കോർഡിങ് തുടങ്ങും. എനിക്കിഷ്ടം കൗണ്ട് ഡൗണിന് കാത്തിക്കാൻ നേരമല്ല, ഞാൻ ഭയങ്കര ബിസി മാനാണ്. ഒരു പണിയില്ലാതെ 100 പണിയാന്ന് കേട്ടില്ല, അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ പിന്നെ മ്യൂട്ട് പ്രൊജക്ട് വൈൽ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഷോർട്ട് ഫിലിം റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ, മീൻസ് ഡബ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ആ വീഡിയോൻ്റെ കൂടെ ഒരു ഓഡിയോ ഉണ്ടാവും, അതിൻ്റെ വേവ് നോക്കിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. പക്ഷേ എല്ലാവർക്കും വേവ് നോക്കി റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അവർ ലിപ്പ് നോക്കിയായിരിക്കും, അല്ലെ ആ വോയിസ് ഹെഡ്സെറ്റ് വെച്ച് ചെവിയിൽ വെച്ചായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി അങ്ങനെ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂട്ട് അടിച്ചിട്ട് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ക്ലിപ്പിൻ്റെ അകത്ത്, അതായത് വേറെ ഒരു സൗണ്ടും കമ്പ്യൂട്ടറിന് പുറത്തോട്ടേക്ക് വരില്ല, മാക്കിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ടേക്ക് വരില്ല. ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ
നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഏതോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മ്യൂസിക് എന്തെങ്കിലും അതും കൂടെ പുറത്തേക്ക് കേൾക്കും. നമ്മുടെ ഹെഡ്സെറ്റിലാണ് ചെവിയിൽ കേട്ടോണ്ട് കരോക്കെയൊക്കെ പാടാനൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനി ഞാൻ ഒരു വോയിസ് ഓവർ ചെയ്യാൻ പോവുകയാണേ. ശ്രദ്ധിച്ചോ, ആദ്യം ഞാൻ കുറച്ച് മിണ്ടായിരിക്കും, ആ നോയ്സുകളൊക്കെ ഒന്ന് അതിലേക്ക് റെക്കോർഡ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? അണ്ണാരക്കണ്ണാവാ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേൽ വാവാ ഒരു കിന്നാരത്തേൻ കൻ. പുന്നാര അല്ലേ? ഓക്കെ, എന്താ പാട്ട്? നമുക്കറിയുന്നൊരു പാട്ട് പാടി അത്ര തന്നെ. ഓക്കെ, അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഓൾറെഡി എൻ്റെ ആംപ്ലിഫയർ ഓൺ ചെയ്തിട്ടാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ആംപ്ലിഫയർ ആയതുകൊണ്ട് നല്ലൊരു ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഫാനിൻ്റെ നോയ്സ് നിങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ഒരടിയിലൂടെ പോകുന്ന സംഭവമാണ് നോയ്സ്. ഓക്കെ അല്ലേ? നേരത്തെ നമ്മൾ വേവ് പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇത് സംസാരമാണ്, ഇത് ഒന്നുമില്ല, വീണ്ടും പാട്ടാണ്, ഇവിടെ ഗ്യാപ്പാണ്, പാട്ട് കൂടി വന്നു കുറഞ്ഞു വന്നു, ഗ്യാപ്പാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഈ ലൈൻ ഒന്ന് പൊക്കിയിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ നോയ്സിനെ കാണാൻ പറ്റും. ഇപ്പം ഞാനൊന്ന് പ്ലേ ചെയ്യാണ്, നോയ്സ് ശ്രദ്ധിച്ചോ. ഓക്കെ അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ആ നോയ്സ് കേൾക്കാൻ പറ്റിയില്ലേ? ഇപ്പം ഞാൻ ഈ ക്ലിപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഇൻസ്പെക്ടറിൽ വന്നിട്ട് ഓഡിയോ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ വോയിസ് ഐസൊലേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഞാൻ അതൊന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പം 50% തന്നെ ആ നോയ്സ് അവിടെ പോയി. ഇനി കുറച്ചും കൂടി ഒന്ന് കയറ്റി ഒരു 60-ലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല എഫക്റ്റാണ് കേട്ടോ. കണ്ടോ, ആ നോയ്സ് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇനി അത്രയും പോരാ, 100-ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നോക്കിക്കോ, കംപ്ലീറ്റ്ലി പോയി. ഇത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ പ്രസംഗിക്കുകയാണ്, അപ്പോൾ ഈ പ്രസംഗം നമുക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡബ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നോയ്സ് പോക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ 100 ഇട്ട് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ക്ലാരിറ്റിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അല്ലാത്ത ഓപ്ഷൻ എന്ത് ചെയ്യും, പല സൗണ്ടുകളായിരിക്കും കേൾക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം, നേരത്തെ നോയ്സ് ഉണ്ടോ നോക്കിക്കോ. ഓക്കെ അല്ലേ? അണ്ണാരക്കണ്ണാവാ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ലേ? ഇപ്പോൾ നോക്കിക്കോ, ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇതിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് കഴിഞ്ഞാലും ഓൾമോസ്റ്റ് 60-ലിട്ട് കഴിഞ്ഞാലും നോയ്സ് ഒന്നും കാര്യമായിട്ട് കേൾക്കില്ല. ചെറിയൊരു തരിതിരിയായിട്ട് അത് കേൾക്കില്ല അങ്ങനെ. ഓക്കെ അല്ലേ? അണ്ണാരക്കണ്ണാവാ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കൂടുതലും പാട്ടിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം എവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മൾ പാട്ട് പാടി ഐസൊലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് ഹൈ പിച്ചൊക്കെ വരുന്ന സമയം നോക്കിയോ, മൂവാണ്ടൻ മാവേൽ വാ ഒരു അവിടെ ഞാൻ ഹൈ പിച്ചായിട്ട് പാടി, അത് താഴ്ന്നു പോയില്ലേ? അവന് ഹൈ പിച്ചുള്ള സാധനം അങ്ങ് വലിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതലും ഡബ്ബിങ്ങുകൾ കാര്യങ്ങൾക്ക് അങ്ങനത്തെ വോയിസ് ഓവറിനൊക്കെ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പാട്ടൊക്കെ പാടുന്ന സമയത്ത് നമുക്ക് കൂടുതലും സൗണ്ടൊന്നും ഇല്ലാത്ത സ്ഥലത്തിരുന്ന് പാടുന്നതായിരിക്കും നന്നാവുക. എന്നാലും ഇങ്ങനത്തെ ഏരിയകൾ ഹൈ പിച്ചുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. എല്ലാ സമയത്തും ഇത് സംഭവിക്കുന്നല്ല പറയുന്നത്. ഓക്കെ, ഇത് പക്ഷേ ഡാവിഞ്ചി റിസോൾവിലാണെങ്കിൽ കുറച്ചുകൂടെ പക്കയാണ് കേട്ടോ. ഡാവിഞ്ചിയുടെ പൊക്കി പറയല്ല, ഉള്ളത് പറയണമല്ലോ അല്ലേ? ഡാവിഞ്ചി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടല്ലോ, ഇതേപോലെ പിച്ച് കട്ടായി പോണ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. കുറച്ചുകൂടെ ബെറ്റർ ഐസൊലേഷൻ ആണ് അതിൽ വരുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് ലൗഡ്നെസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നോക്കിക്കോ, അത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഒന്നും കൂടെ എനിക്ക് റെക്കോർഡ് ചെയ്യണം അതിന്. ഓക്കെ അല്ലേ? നോക്കിക്കോ, അണ്ണാരക്കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. ഇപ്പം ഞാൻ 2 ടൈപ്പിലാണ് പാടിയല്ലേ. ആ പൂവാല എന്നുള്ളത് മാത്രം ഞാൻ എടുത്ത് പാടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാലോചിച്ച് പാടിയാണ്. അണ്ണാരക്കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. ഞാൻ ഫ്രണ്ട്സിനെ പറയാൻ കാരണം എന്താ അറിയോ, എൻ്റെ വീഡിയോ എൻ്റെ ഫ്രണ്ട്സ് ഒന്നും കാണില്ല എന്നുള്ള 100% ഉറപ്പുകൊണ്ടാണ്. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല ഫ്രണ്ട്സാട്ടോ, പൂവാലന്മാരൊന്നല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനൊന്ന് നോർമലൈസ് ചെയ്യാൻ പോവുകയാണ്. ഈ വേവും ഒരേ ലെങ്ത്തിൽ കൊണ്ടുവരാൻ. ഇത് കൂടി നിൽക്കുകയാണ്, ഇത് കുറഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? എന്നാലും ഇത് കൂടിയിട്ട് ചുമപ്പിലേക്ക് കടന്നിട്ടില്ല, അത് ശ്രദ്ധിക്കണം കേട്ടോ. ചുമപ്പിലേക്ക് കടക്കാൻ പാടില്ല. സ്പീക്കറിൽ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിട്ട് സ്പീക്കറിന് ചിലപ്പ് വരും കേട്ടോ. ഈ ഒരു മഞ്ഞയിലേക്ക് കടക്കാൻ തന്നെ നോക്കാതെ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഔട്ട് കിട്ടും. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു, ലൗഡ്നെസ്സിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചൊരു മാറ്റം വന്നു അല്ലേ? അത് കുറച്ചുകൂടെ മാറണമെങ്കിൽ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എല്ലാവരും ഒരേപോലെ നിൽക്കുക, അതാണ് യൂണിഫോം ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇപ്പോൾ എനിക്കിവിടെ ലൗഡ്നെസ് കൂട്ടിയാലും, ഞാൻ ഫുൾ ലൗഡ്നെസ് കൂട്ടിയാലും ഇത് ചുമപ്പിലേക്ക് കടന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഇത്തിരി താഴ്ത്തി വെച്ചിട്ട് ഒരു -5 dBയിലേക്ക് കൊണ്ടുവരും. ഈ dB ലൗഡ്നെസ് ഇതൊക്കെ ഞാൻ പറയുന്ന അർത്ഥം തന്നെയാണോ ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്നറിയില്ല കേട്ടോ. ഈ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടവർ ഇതിനൊക്കെ വേറെ വേറെ ഡെഫിനിഷനാണ്. നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പം ആ രീതിയിലൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അണ്ണാരക്കണ്ണാവാ
പൂവാല ചങ്ങാത്തം കൂടാൻ വാ. കണ്ട, എല്ലാം ഒരൊറ്റ ഫ്ലാറ്റ് ലെവലിലേക്ക് കിട്ടി. ഇത് നല്ലൊരു അടിപൊളി യൂസ് ആട്ടോ ഇത്. അതേപോലെ നമുക്ക് ഇതിനകത്ത് വേറെ സെറ്റിങ്സ് ഒന്നുമില്ല, ഈ 2 കാര്യങ്ങൾ മാത്രമേ ശരിയാക്കാനുള്ളൂ. എന്നാൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഒരേ ലെവലുള്ള ഔട്ട് കിട്ടിയില്ലേ. ഇത്രയും ലൗഡ്നെസ് കൂട്ടിയും കുറച്ചും ഒരാൾ എന്തായാലും സംസാരിക്കില്ല, ചെറിയ മിസ്റ്റേക്കുകളേ വരുള്ളൂ. അപ്പോൾ അതൊന്ന് ലെവലാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ലൗഡ്നെസ്സിനൊന്ന് കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പഴയ ഒരു കോലം കാണാൻ പറ്റും, വലിയൊരു വേവും ചെറിയൊരു വേവും അല്ലേ. ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് വെറുപ്പിക്കുന്നില്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ പറയണേ, അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോകാം. അടുത്ത എന്താണ്, നോയ്സ് റിമൂവൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നേരത്തെ കണ്ട ഏകദേശം അതേ സംഭവമാണ്. നോയ്സ് റിമൂവ് ചെയ്യാനുള്ളതിന് കണ്ടോ, അത് ഞാൻ ഓൺ ആക്കിയപ്പം തന്നെ ഇവിടെയുള്ള നോയ്സ്, നിങ്ങൾക്ക് നോയ്സിനെ കാണുന്നുണ്ടെങ്കിൽ നോക്കിയോ, നോയ്സ് പോയില്ലേ, പക്ക അണ്ണാരെ കണ്ണാവ. പക്ഷേ എന്താ പറയുക, ആ ഒരു വോയിസ്, നമ്മുടെ വോയിസിൻ്റെ ക്വാളിറ്റിയും കൂടെ അതിൻ്റെ കൂടെ കുറേശ്ശെ നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ എന്താ പറയുക, നോയ്സുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പാട്ടിനൊന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഡബ്ബിങ് കാര്യങ്ങൾ ഔട്ട്ഡോറിൽ ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഒരു പൂവിനെ പറ്റി വിശദീകരിക്കുകയാണെങ്കിൽ, അല്ലെ നേരത്തെ പറഞ്ഞ പ്രസംഗിക്കുകയാണെങ്കിൽ ഡബ്ബിങ് ഇല്ല. അതുകൊണ്ട് ഔട്ട്ഡോറിൽ ചെയ്യുന്ന നമ്മൾ ഈ നോയ്സ് റിമൂവലും യൂസ് ചെയ്യാം, വോയിസ് ഐസൊലേഷനും യൂസ് ചെയ്യാം. രണ്ടൊക്കെ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ പോലെ ഹം റിമൂവൽ എന്ന് പറഞ്ഞാൽ ഹമ്മിങ് ഉണ്ടല്ലോ, അതൊക്കെ ഊളിങ് ഒക്കെ പോലെ സംഭവങ്ങളൊക്കെ ഹമ്മിങ്ങിൽ പോയിക്കോളും കുറേ. പിന്നെ അടുത്ത് വരുന്ന പാൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഈ പാൻ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചാണ് കേൾക്കുന്നതെങ്കിൽ 2 ചെവിയിലും കേൾക്കും. ഹോം തിയേറ്റർ ഉപയോഗിച്ചാൽ 2 ചെവിയിലും. മൊബൈലാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാട്ടൊക്കെ കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എഡിറ്റേഴ്സ് അല്ലേ നിങ്ങളൊക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറയേണ്ട കാര്യമല്ല. ഈ മോഡ് സ്റ്റീരിയോ മോഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ, ഇപ്പം നോക്കിക്കോ, ഞാനിത് ലെഫ്റ്റിലേക്ക് പാൻ ചെയ്ത് വെക്കുകയാണ്. അതായത് ബാക്കോട്ടേക്ക് ഒരു -100 ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പ്ലേ ചെയ്യാണ്. നിങ്ങളെ സ്പീക്കറിൽ ശ്രദ്ധിച്ചോ, ലെഫ്റ്റിലായിരിക്കും കേൾക്കുക. അണ്ണാര കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേൽ വാ. റൈറ്റിലേക്ക് പോയത് കണ്ടോ. ഇപ്പം അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ആ ഷോർട്ട് ഫിലിമിൻ്റെ കട്ടിങ് ഒന്ന് എടുക്കട്ടെ. എഡിറ്റിന്ന് വീണ്ടും അൺഹൈഡ് ചെയ്യാണ്. അപ്പോൾ റെക്കോർഡറിന് ഞാൻ സെക്കൻഡ് സ്ക്രീനിലേക്ക് വെക്കുകയാണ്. അവൻ്റെ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ഇവിടുന്ന് സംസാരിക്കുകയാണ്. ഇവനെ ഏതാ ഈ മരഭൂതം പോട്ടല്ലേ. ഞാനിപ്പോൾ ആധാറിന്റെ കോപ്പിയും 2500 അയച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഈ ഒരു വോയിസ് പറയുന്നത് നടുന്നാണ്. അപ്പോൾ സെൻട്രലൈസ് ക്യാരക്ടർ എൻ്റെ വൈഫ് തന്നെയാണ്. അപ്പോൾ അവൾ പറയുന്നത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ വരണം. കറക്റ്റാണ്, വേറെ പ്രശ്നമൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതിന് പകരം ഞാനിപ്പോൾ ഇവള് പറഞ്ഞതിന് മറുപടി ആയിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇപ്പുറത്തൊരു റൂമാണ്, ഞാൻ അവിടെ നിന്ന് വിളിച്ചറിയാം. ഓക്കെ ശരി, ഞാൻ കേട്ടു. അത് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു വോയിസിനെ ഞാൻ ഇവിടെ പാൻ മോഡിൻ്റെ അകത്ത് സ്റ്റീരിയോ കൊടുത്തിട്ട് ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഷോർട്ട് ഫിലിം കാണുന്ന ആൾക്ക് എന്നെ കാണിക്കാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ എവിടെയാണ്. ഈ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ എവിടെയോ ഒരു റൂമെന്നോ അല്ലെ ആ ഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ഞാൻ റൈറ്റിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതേ സംഭവം തന്നെ ഞാൻ ഈ വലത്തെ ഭാഗത്തുനിന്ന്, ഞാൻ കടയിൽ പോവുകയാണ്, എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനുണ്ടോ അതെനിക്ക് ചോദിക്കാം. ഞാൻ ഈ കടലിലേക്ക് ഇറങ്ങുന്ന ഈ ഭാഗത്തൂടെ ആണെന്ന് കരുതുക പുറത്തേക്ക്. അപ്പോൾ വാതിലിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ വീഡിയോ വേണ്ട, അതാണ് ഞാൻ പറഞ്ഞ ഓഡിയോക്ക് വീഡിയോയുടെ അത്ര തന്നെ അതിലും കൂടുതലും പ്രാധാന്യമുണ്ട്. പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തിട്ട് വേറെ കുറേ പ്രാധാന്യങ്ങളുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ ബേസിക് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന സമയത്ത് അതേപോലെ 2 സൈഡിൽ നിന്ന് 2 ആൾക്കാർ, എക്സാമ്പിളായിട്ട് ഒരു കിളി ഇവിടുന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കിളീനെ കാണുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ സൈഡിലേക്ക് ഫുള്ളായിട്ട് പോകാതെ ഒരു 60-70% വെക്കുക. ഇവിടെ നിന്നാണെങ്കിൽ ഇവിടുന്ന് ഒരു പട്ടി കുറയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക. എന്നിട്ട് ആ ഒരു വോയിസിനെ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റീരിയോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഹോം തിയേറ്ററോ ഉപയോഗിച്ച് സ്റ്റീരിയോ സെറ്റ് ഉപയോഗിച്ച് കേൾക്കുന്ന ആളാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് കിട്ടുക. അവർ പറയും, നിൻ്റെ ഓഡിയോ എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയാണല്ലോ. അങ്ങനെ ഒരു സംഭവം നമുക്ക് അവിടെ കിട്ടും. ഓക്കെ അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഐസൊലേഷനും നോയ്സ് റിമൂവലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കേൾക്കുന്ന ആൾക്ക് നല്ല സുഖം ഉണ്ടാവും. അതും വോയിസ് നമ്മുടെ കട്ടാവാത്ത രീതിയിൽ വൃത്തിയിൽ ചെയ്യണം കേട്ടോ. അതിൻ്റെ പുറമെ ഈ ഒരു സ്റ്റീരിയോ എഫക്റ്റ് കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഈക്വലൈസറിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഓവറായിട്ട് വരുന്ന ബാസും ട്രബിളൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നതൊക്കെ ഒരു സുഖം കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് സെറ്റിങ്സ് ഇവിടെ കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, എഫക്റ്റുകൾ ആഡ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു വിൻഡോ ഇവിടെ ഓഫ് ആണെങ്കിൽ ഇത് ഓൺ ചെയ്യാം. ഇതിൻ്റെ അകത്താണ് എഫക്റ്റുകളുള്ളത്.
ആദ്യം തന്നെ നമുക്ക് ഓൾ എഫക്ട്സ് ഇവിടെ കാണാൻ പറ്റും, ഓഡിയോ ആൻഡ് വീഡിയോ. അതിൽ നമുക്ക് വീഡിയോ തൽക്കാലം വേണ്ടെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾ എന്നുള്ളതിൻ്റെ ഓഡിയോയുടെ ഒരു ഓൾ കാണാൻ പറ്റും അല്ലേ, ഓൾ ഈസ് വെൽ. അപ്പം അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ താഴേക്ക് കാണാൻ പറ്റും അല്ലേ. അതിൽ നമുക്ക് ഇപ്പോൾ ഒരു എക്കോ എഫക്റ്റ് കണ്ടുണ്ട്, ഞാൻ പാടിയ ആ പാട്ട് അതിൻ്റെ അകത്ത് ചെറിയൊരു എക്കോ എഫക്റ്റ് എനിക്ക് ഇടണം. അപ്പോൾ എനിക്ക് ഇവിടെ എക്കോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. എക്കോയിൽ അതിലെനിക്ക് കുറച്ചുകൂടെ വൃത്തിയുള്ളൊരു എക്കോ തോന്നുന്ന എക്കോ ഡിലേ എന്നുള്ള സംഭവം എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എക്കോ ഡിലേ എന്നതിലേക്ക് ആഡ് ചെയ്തു. എങ്ങനെയാണ്, ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, നമ്മുടെ ഓഡിയോയിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് ഓഡിയോൻ്റെ അകത്ത് ആ ഒരു സെറ്റിങ്സ് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ 20 എന്നുള്ള ഡിഫോൾട്ടിലാണല്ലോ. അപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ. അണ്ണാരക്കണ്ണാവാ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ. അതൊരു ഭയങ്കര എക്കോ കൂടുതലാണ് അല്ലേ. അപ്പോൾ ഈ 20 എമൗണ്ട് 20 എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് ജസ്റ്റ് ഒരു ഏറ്റവും 10 കുറവുള്ളത് അല്ലേ. അപ്പോൾ എനിക്ക് 12 കിട്ടുമെന്ന് വെച്ച് നോക്കാം. അണ്ണാരക്കണ്ണാവാ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ. അപ്പോൾ നമ്മൾ ഈ ഒരു പാട്ട് മക്കൾക്ക് പാടിക്കൊടുത്ത് ചെറിയൊരു എക്കോ ഒക്കെ ഇട്ടിട്ട് കേൾപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കേൾക്കാൻ രസമുണ്ടാവും. അച്ഛൻ അടിപൊളിയായിട്ട് പാടിയില്ലേ പറയും. നമ്മളെ മക്കൾ നമ്മൾ എങ്ങനെ പാടിയാൽ അടിപൊളിയാണെന്നേ പറയുള്ളൂ. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എൻ്റെ മോള് ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ ഹീറോ ഞാൻ തന്നെയാണ്, അച്ഛൻ ചെയ്ത അടിപൊളി അങ്ങനെ പറയാം. അച്ഛൻ ചെയ്ത വീഡിയോ അടിപൊളി. അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾക്കും കിട്ടും. പക്ഷേ ഈ ഒരു എക്കോ കൂടി കേൾക്കുമ്പോൾ എല്ലാ മക്കും ഒരു രസം ഉണ്ടാവും, കേൾക്കുന്ന ആർക്കും പാട്ട് കുറച്ചുകൂടെ ഭംഗിയായി അല്ലേ. അതേപോലെ നമുക്ക് ഗ്രൂവ് ഡിലേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം, ഡബ്ലർ കൊടുക്കാം. ഇതിൽ കുറേ എക്കോ എഫക്റ്റുകൾ കേട്ടോ. ഇതിൻ്റെ പുറമെ നമുക്ക് ഇപ്പോൾ ഒരു കാർട്ടൂണാണ് ഡബ് ചെയ്യുന്നതെങ്കിലോ ചെറിയൊരു വോയിസ് കിട്ടണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പിച്ചാണ്. പിച്ച് എവിടെയാണ് കിട്ടുക? പിച്ച് നമുക്ക് ഒന്നും നോക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ വോയിസിൻ്റെ അകത്ത് വരിക പിച്ച് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. പിച്ചിനെ ഡ്രാഗ് ചെയ്യുക, എവിടേക്ക് ഇടുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഓൾഡ് അകത്ത് തന്നെ കൊണ്ടുവയ്ക്കുക. ഇവിടെ PITCH പിച്ച് കണ്ടോ, സെർച്ച് ചെയ്യുന്ന ഇവിടെ വന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യുക. അടുത്ത സംഭവം കാണാണ്ടായി പോകുന്നുണ്ടെങ്കിൽ ഇത് എക്കോയിൽ വരുമ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, പിച്ച് ആഡ് ചെയ്ത് കേട്ടോ. വീണ്ടും എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് പിച്ച് മാറ്റുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പിച്ച് ഞാൻ കുറച്ച് താഴേക്ക് ഇട്ടൊന്ന് പ്ലേ ആണ്. അടിപൊളിയുണ്ട് അല്ലേ. കുട്ടികൾക്കൊക്കെ കേൾക്കാൻ പറ്റിയ നല്ല കാർട്ടൂണിക് വോയിസിലേക്ക് ആ ഒരു പിച്ച് മാറ്റുമ്പോൾ തന്നെ വരുന്നുണ്ട്. കാർട്ടൂണിക് സ്റ്റൈൽ ചിപ്പ് ആൻഡ് ഡൈലിൻ്റെ ഒക്കെ സൗണ്ട് ഇല്ലേ, അതേപോലെ ഉണ്ട് അല്ലേ, നല്ല രസമുണ്ട്. ഇനി നമുക്ക് ഇത്തിരി ബാക്കോട്ടേക്ക് ഇട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അണ്ണാരക്കണ്ണാവാ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ. കണ്ടോ, നിങ്ങൾക്കിത് നല്ലൊരു എന്താ ഉപകാരപ്രദമുള്ള കാര്യമായിരിക്കും. നമുക്ക് ഡബ് ചെയ്യാൻ എക്സ്ട്രാ ആളില്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ കടയിൽ നിന്ന് ചേട്ടാ കിലോ 50 രൂപ, കിലോ 50 രൂപ, കിലോ 50 രൂപ. ഇത് ഡബ് ചെയ്യാൻ നമുക്കൊരാളെ ആർട്ടിസ്റ്റിനും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെ ഡബ് ചെയ്യുക. അണ്ണാരക്കണ്ണാവാ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ. നല്ലൊരു പ്രായമുള്ള ആളെ സൗണ്ട് കിട്ടിയില്ലേ. ഇത്തിരി കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയുക, ചെറിയൊരു പിച്ച് മാറ്റം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മാറ്റം അവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എഫക്റ്റുകൾ വരുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ എഫക്റ്റുകൾ കിട്ടുന്നുണ്ടോ അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതാണെന്നോ പിച്ചുകൾ വരുന്നുണ്ട്. ഏലിയൻ ആഡ് ചെയ്ത് നോക്കുക. ഏലിയൻ ആഡ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ പിച്ച് ഒന്ന് ഓഫ് ചെയ്യണം ആദ്യം കേട്ടോ. അപ്പോൾ ഏലിയൻ സംസാരിക്കുമ്പോൾ ഉണ്ടാവും. ഈ സൗണ്ടൊക്കെ അല്ലേ, ഇങ്ങനത്തെ ഏലിയൻ സൗണ്ടുകൾ, അതോ ഗോസ്റ്റിൻ്റെ സൗണ്ടുകൾ, മോൺസ്റ്ററിൻ്റെ സൗണ്ടുകൾ, പിന്നെന്താ ഹീലിയം വോയിസ് ഒക്കെ അല്ലേ, ഈ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ സൗണ്ട് വരുമ്പോൾ അവനെ അങ്ങനത്തെ റോബോട്ടിൻ്റെ സൗണ്ടുകൾ, ഇങ്ങനെ ഒരുപാട് ഡിഫോൾട്ടായിട്ട് എഫക്റ്റുകൾ ഇവർ തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഓഡിയോയിൽ എന്തൊക്കെ സെറ്റിങ്സുകൾ ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് പറയാനുള്ള ഓഡിയോക്ക് വീഡിയോയുടെ അകത്ത് എന്തൊക്കെ പ്രാധാന്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ക്ലിപ്പുകൾ ആഡ് ചെയ്യാണ്. ഓക്കെ, ഞാൻ അതിന് വേണ്ടി എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല, എന്നാൽ നിങ്ങൾക്ക് ചെറിയൊരു ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ ഈ ആളായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അച്ഛൻ കയറി വരുന്ന സമയത്തുള്ള ആ മ്യൂസിക് ശ്രദ്ധിച്ചു കേട്ടോ. I got nightmares in my head, I fear that the thoughts build up until I can't hear. അപ്പോൾ നമുക്ക് എന്തോ അവിടെ ഒരു സംശയം തോന്നി. മൊത്തം കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഫീൽ ചെയ്യും. നമുക്ക് അത്രയും നേരം വന്നതുപോലെ അല്ല, പെട്ടെന്നൊരു സൈക്കോ പോലത്തെ കുട്ടികളെ പിടിക്കുന്ന ഒരാൾ വരുന്ന പോലത്തെ സൗണ്ടാണ് നമുക്ക് അവിടെ തോന്നുന്നത്. അതെങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, സിനിമകൾ നമ്മൾ ഇങ്ങനത്തെ മ്യൂസിക്കുകൾ കേൾപ്പിച്ച് ഈ ഒരു സിറ്റുവേഷൻ ഇതാണ് ആക്റ്റ് നമ്മളെ മനസ്സിലേക്ക് കുത്തിവെച്ചുകൊണ്ടാണ്. ഓക്കെ, അത് നമ്മൾ ഫോളോ ചെയ്ത് പോരുന്നിടത്തോളം കാലം നമുക്ക് ആ ഒരു മ്യൂസിക് ഒരു സൈക്കോ കില്ലറിൻ്റെ ഒക്കെ മക്കളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുന്ന ഒരാളെ മ്യൂസിക്കായി.
ഓക്കെ, ഇതേ സിറ്റുവേഷനാണ് അടുത്തത് വരുന്നത്. അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ഇതേപോലെ തന്നെ ഒരു സംഭവങ്ങൾ വിൽക്കാൻ വരുന്നതാണ്. ഇവർക്കും വേണമെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാം. പക്ഷേ നമ്മൾ അവിടെ ഒരു സാഡ് മ്യൂസിക് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷന് അതിപ്പോൾ നേരത്തെ ഈ സാധനങ്ങൾ പെറുക്കിയെടുക്കാൻ വരുന്ന ആളാണെങ്കിൽ നമ്മൾ അവിടെ വിശക്കുന്ന ഒരു പാവപ്പെട്ട ഒരാളാണെന്ന് കാണിക്കണമെങ്കിൽ ഒരു സാഡ് മ്യൂസിക്കും അങ്ങനത്തെ ഒരു സാഡ് കളർ ഗ്രേഡിങ്ങും കൊടുത്താൽ മതി. മറ്റേതിൽ നമ്മൾ കളർ ഗ്രേഡിങ് കൊടുത്തതിലും ചെറിയ പ്രാധാന്യം ഉണ്ട് കേട്ടോ. അവർ കുറച്ചൊരു കറുപ്പായിട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക, ഡാർക്കിഷ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ഹൊറർ സിറ്റുവേഷനാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇതേ സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. അടുത്ത ഒരാൾ വരികയാണ് കുട്ടീൻ്റെ അടുത്തേക്ക്. മക്കൾക്ക് കൊടുക്കണം കേട്ടോ. അപ്പം തന്നതാണെന്ന് പറയണേ ചാച്ചാ. അപ്പോൾ കണ്ടോ, അവിടെ ആ വന്ന കുട്ടി ഇതൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു സങ്കടപ്പെട്ട ഒരു മ്യൂസിക് കൂടെ കൊടുക്കുകയാണെങ്കിൽ, ചെറിയ സംരംഭമായതുകൊണ്ട് അതിൻ്റെ ഫാൾട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് കണ്ടുമെങ്കിൽ ഇഷ്ടപ്പെടുമെന്നൊക്കെ നോക്കാം. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ മ്യൂസിക്കിന് പ്രാധാന്യം അത്രത്തോളം ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന മ്യൂസിക്കിനനുസരിച്ച് ആ സിറ്റുവേഷൻ മൊത്തത്തിൽ മാറി. ഇതേ നേരത്തെ ആ വന്ന ആൾ കൊടുത്ത ആ ഒരു മ്യൂസിക് ഇവിടെ കൊടുത്തിട്ട് ഈ വരുന്ന ക്യാരക്ടർ ഒന്ന് വെറുതെ ഒന്ന് അകത്തേക്ക് എത്തി നോക്കുകയും അതേപോലെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ബാക്കോട്ട് ചെറുതിന് ഒന്നുകൂടെ നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ സൈക്കോ മ്യൂസിക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി സൈക്കോ ആയി. ഇതിൻ്റെ പെങ്ങളാണ് കേട്ടോ. അപ്പോൾ അത്ര ഉണ്ട് മ്യൂസിക്കിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. കളർ ഗ്രേഡിങ്ങിനും അത്രത്തോളം എഫക്റ്റ് ഉണ്ട്. കളർ ഗ്രേഡിങ്ങിൻ്റെ എഫക്റ്റ് ഞാൻ പറയാൻ കാരണം അടുത്ത ട്യൂട്ടോറിയൽ കളർ ഗ്രേഡിംഗ് ആണ്. ഒരു വിഷ്വലിന് സിറ്റുവേഷൻ മാച്ച് ചെയ്യാനും അതേപോലെ രാത്രി പകൽ കാണിക്കാനും വൈകുന്നേരങ്ങൾ കാണിക്കാനും ഹൊററാണോ റൊമാൻറ്റിക് ആണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാനും കളർ ഗ്രേഡിങ്ങിന് ഭയങ്കര പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ട്യൂട്ടോറിയൽ നമ്മൾ കളർ ഗ്രേഡിംഗ് ആണ് ചെയ്യുക. അപ്പോൾ ഇതിലിനി നമുക്ക് കൂടുതൽ ബേസിക് ആയിട്ടൊന്നും പറയാനില്ല, അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് പറയാനുണ്ട് താനും. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം ഒന്ന് പരിഗണിക്കുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം ഐ ഡി ഫേസ്ബുക്ക് ഐ ഡി ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ കയറിയാൽ നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. മറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ട്യൂട്ടോറിയലും കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, എന്ത് ചെയ്യുക, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.